ഞാൻ മീനാക്ഷി, ഇപ്പോഴത്തെ ട്രെൻഡിങ് തലമുറയിലെ ജെൻസി ഗേൾ. മോള് പഠിക്കുന്നത് ബികോമിനാണെങ്കിലും ആറ്റിറ്റ്യൂഡ് 8ാം ക്ലാസ് ആണെന്നാണ് സൂക്ഷ്മദർശിനിയായ എൻ്റെ അമ്മ പ്രസീത പറയാറ്. അമ്മയുടെ ആ കാഴ്ചപ്പാടിനിടയ്ക്കാണ് ഞാൻ സ്കിബിഡി ശരത്തേട്ടനുമായി റിലേഷനിലാവുന്നത്. സംഭവം വീട്ടിലറിഞ്ഞത് മുതൽ ആംഗ്രി അമ്മ സീനാണ്. അതിനൊരു കാരണം ശരത്തേട്ടനെ പറ്റി നാട്ടിലുള്ള നെഗറ്റീവ് ഓറയാണ്. ഇതിനെ തുടർന്ന് ഞങ്ങളുടെ വീട്ടിൽ അരങ്ങേറിയ ചില നാടകീയ രംഗങ്ങളാണ് നിങ്ങൾ ഇവിടെ കാണാൻ പോകുന്നത്. അമ്പടി കേമി വീട്ടിൽ നിന്ന് ഒളിപ്പിച്ചപ്പോ നീ വിറകുപരയിൽ കയറിയില്ലേ? നിന്റെ ഫോൺ ഞാൻ കിണറ്റിലൂടി വെറുതെ സീനാക്കാണ്ട്. ഈ അവനെ കെട്ടി അവന്റെ കൂടെ ജീവിക്കാന്നുള്ള പൂതിയില്ലേ അവന്റെ കൊക്കിൽ ജീവനൊക്കെ നടക്കില്ല കേട്ടാ. ഓ നമുക്ക് നോക്കാം. ഞാൻ ആരുടെ കൂടെ ജീവിക്കണം തീരുമാനിക്കാനുള്ള പ്രായപൂർത്തി എനിക്കായി. വെറുതെ അമ്മന്റെ കാര്യത്തിൽ വാശി കാണിക്കാൻ നിൽക്കണ്ട. അന്ന് അതെന്ന് എനിക്കൊന്ന് കാണണല്ലോടി. അമ്മ അറിഞ്ഞില്ല എന്റെ മോൾക്ക് ഇത്രക്ക് പ്രായപൂർത്തിയായ കാര്യം. പറഞ്ഞു ഈ കല്ലും തല്ലേ നടക്കണ അവനല്ലാതെ നിനക്ക് പ്രേമിക്കാൻ വേറെ ആരും കിട്ടിയില്ലേ? അതൊക്കെ പണ്ടായിരുന്നു. ശരത്തേട്ടൻ ഇപ്പൊ ഡീസന്റാ. നീ എന്ത് കണ്ടിട്ടാടി അവനെ പ്രേമിക്കാൻ പോയേ? ശരത്തേട്ടന്റെ പോസിറ്റീവ് ഓറ അറിയാത്തോണ്ട് അമ്മ ഇങ്ങനെ പറയണേ. ഓറയാ? രണ്ടിന്റെ ഒച്ച ജംഗ്ഷനിൽ കേൾക്കല്ലേ? ബാസിയായിട്ട് അവള് പറയണ കേട്ടാ തല്ലോളി ശരത്തിന്റെ കൂടെ അവള് പോകുന്നേ. ഞാൻ പറഞ്ഞൂട്ടാ ശരത്തേട്ടൻ ഇപ്പൊ ഡീസന്റ് ആണ്. ഡീസന്റ് ആയിട്ടാണ് ഇന്നലെയും കൂടി പോലീസ് അവന്റെ കുടുംബത്തിൽ കയറിയത്. പണ്ടത്തെ കേസ് അമ്മ എനിക്ക് എല്ലാം അറിയാം. ഇവള് ഡി മോളെ, നിന്റെ അച്ഛന്റെ പഴയ സ്വഭാവം നിനക്ക് അറിയാത്തോണ്ടാ നീ കിടന്നിങ്ങനെ നെഗിളിക്കണേ. കയ്യും കാലും തല്ലി ഒടിച്ചൊരു മൂലക്ക് ഇടൂട്ടാ. പറഞ്ഞില്ലാന്ന് വേണ്ട. ഇന്നത്തെ ഈ സംഭവത്തോടെ വീട്ടുകാരെന്തൊക്കെയോ പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മണത്തറിഞ്ഞു. ഞാൻ വിട്ടുകൊടുക്കോ? ഇങ്ങനെയുള്ള സമയത്ത് നാട്ടുനടപ്പിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങളും തീരുമാനിച്ചു. ഫോണെടുത്ത് ഹലോ, ബാസിയാട്ട ഇവിടെ ഒരു ചെറിയ പണിയില്ല. ഈ വരണ ഞായറാഴ്ചയോ? എത്ര ആള് കാണും? ബാസിയേട്ടൻ വരുന്നുണ്ട്. ഞാൻ ഫോൺ കൊടുക്കണോ? പറയാം. ആ ബ്രോക്കർ സുനിയ വിളിച്ചേ. അവര് ഞായറാഴ്ച വരുന്നുണ്ടെന്ന്. മീനുട്ടീനെ കാണാൻ. ഞാൻ ഭക്ഷണം എടുത്തു സൊസൈറ്റി വരെ ഒന്ന് പോണം. നിങ്ങൾ പോകുമ്പോഴേ ആ കടയിൽ ഒന്ന് കയറിക്കോ. അടുക്കളയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാണ്ട്. ആ കാണും. ഓ, ഒരു വാട്സപ്പുള്ള ഫോൺ മേടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ കേക്കില്ല. അതാവുമ്പോ ഒരു വോയിസ് വിട്ടാ മതി. ഏത്? ഈ ഫോണിലേക്കാ? കറണ്ട് വന്നാ? ഹലോ. ഓട്ടോ പണിക്ക് കയറ്റിക്ക. എന്തായാലും 2 ദിവസം വരും. ശരി ഓക്കെ. വണ്ടി പണിക്ക് കയറ്റി കഴിഞ്ഞാൽ വിളിയോട് വിളി, അല്ലെങ്കിൽ ഒരു മനുഷ്യനും വിളിക്കില്ല. ലിസ്റ്റ് എഴുതാം. അച്ഛാ, അമ്മേ, നിങ്ങൾ എന്നെ വേറെ കല്യാണം കഴിപ്പിക്കാൻ പ്ലാൻ ചെയ്യുന്ന കാര്യം എനിക്ക് മനസ്സിലായതുകൊണ്ട് നാളെ കോളേജിലേക്ക് പോകുന്ന എന്നെ നിങ്ങൾ കാത്തിരിക്കണ്ട. ഇനി ആ വീട്ടിലേക്കുള്ള എൻ്റെ മടങ്ങിവരവ് ശരത്തേട്ടൻ്റെ ലൈഫ് പാർട്ട്ണറായി നിങ്ങൾ സമ്മതിച്ചാൽ മാത്രമായിരിക്കും. സൊസൈറ്റി എന്തൊക്കെ പറഞ്ഞാലും ചേട്ടൻ എന്നെ പൊന്നുപോലെ കെയർ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഈ ലെറ്റർ എഴുതലൊക്കെ ഈ കാലത്ത് ക്രിഞ്ചാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇതിൻ്റെ ഒരു രീതി ഇതായതുകൊണ്ട് എഴുതുന്നതാണ്. ഞാൻ വരാം. കോളേജിലേക്കാന്ന് പറഞ്ഞിട്ട് വരാം. അപ്പൊ
അപ്പൊ വീട്ടില് സംശയം തോന്നില്ലല്ലോ. അവള് രണ്ടും കൽപ്പിച്ച നമ്മള് പറഞ്ഞാലൊന്നും നിക്കും തോന്നണില്ല. അവളെങ്ങാനും ഒളിച്ചോടി പോയാ തൂങ്ങി ചാവേ വഴി. നിങ്ങൾ എന്തെങ്ങനെ ഇരിക്കണേ? എന്തെങ്കിലും ഒന്ന് ചെയ്യ മനുഷ്യ. കാര്യങ്ങൾ ഇവിടെ വരെ ആയ സ്ഥിതിക്ക് ഇന്ന് ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാം. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. മീനുട്ടി വാ, നിന്നെ ഞാൻ കോളേജിലാക്കാം. വേണ്ട അച്ഛാ, ഞാൻ ബസ്സിൽ പൊക്കോളാം. ഞാൻ പുറത്തുണ്ടാവും, വേഗം വരണം. ബാസേട്ടോ, വീണ്ടും പെയിന്റ് അടിച്ച് സൂപ്പർ ആക്കിയല്ലോ. മോളുടെ കല്യാണായില്ലേ? പോടാ പോടാ, വീട്ടിൽ പോടാ. ഓ, രണ്ടും മൂന്ന് ശരിയല്ല. പുറത്തെന്നെ കാത്തു നിൽക്കുന്ന അച്ഛൻ്റെ ഉള്ളിൽ എന്തോ നിഗൂഢതയുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അതെന്താണെന്ന് കിട്ടിയില്ല. പതിവില്ലാത്ത അമ്മയുടെ ആ സൈലൻസിലും ഉണ്ടായിരുന്നു ചില ദുരൂഹതകൾ. ചേച്ചി പറയടി. പ്രസാദ്, ബാസിയായിട്ട് അവള് ബൈക്കിൽ കയറ്റി പോയിട്ടുണ്ട്. ദേഷ്യം വന്ന അളിയന്റെ സ്വഭാവം നിനക്കറിയാലോ. നീ ഒന്ന് പോയി നോക്കടാ. എനിക്കൊരു മനസമാധാനം ഇല്ല. നോക്കാം. കള്ളത്തരം ഒളിപ്പിക്കാൻ പാടുപെട്ട ഞാൻ അന്ന് അച്ഛൻ്റെ മുഖത്ത് പതിവില്ലാത്ത ആ ഗൗരവം കണ്ടു. എന്തോ തീരുമാനിച്ചുറപ്പിച്ച അച്ഛൻ്റെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പേടിയായി. The number you are calling is currently switched off. Please try later. ഈ പെണ്ണ്. സമയം 4:30 കഴിഞ്ഞു. 3:30 കോളേജ് വിട്ട് വീട്ടിലെത്തണ പെണ്ണാ. നിങ്ങളെല്ലാം അറിഞ്ഞിട്ട് അവളെ കൊണ്ടാക്കി കൊടുത്തല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ അതിന് തീരുമാനം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ആ ഉണ്ടാക്കിയ തീരുമാനം എന്താന്ന് മാത്രം എന്താ നിങ്ങൾ പറയാത്തെ? ഇത് ഉറപ്പാ. നിങ്ങളുടെ ഒറ്റ ഒരാളുടെ മണ്ടത്തരം കാരണം അവൾ അവന്റെ കൂടെ പോയി. എടാ വീട്ടിൽ കയറിട്ട് പോവാം. ഇല്ലടി, വേറെ പരിപാടി ഉണ്ട്. എടാ വീട്ടിൽ കയറിട്ട് പോവാം. പിന്നെ കയറാം. ശരി എന്നാ കാണാം. ഓക്കെ ബൈ. അത് അബിജു എന്റെ കോളേജ് ഫ്രണ്ടാ. നിന്റെ ഫോൺ എവിടെടി? ബാഗിലുണ്ട്. ചാർജ് ഇല്ല, ഫോൺ സ്വിച്ച് ഓഫ് ആയതാ. എന്താ എന്താ നോക്കണേ? താലി എവിടെടി? താലിയാ? ഈ അമ്മയ്ക്ക് എന്താ വട്ടയച്ചാ? അതേടി, എനിക്ക് വട്ടാ. നീയൊക്കെ കൂടി എന്നെ വട്ടു പിടിപ്പിക്കും. എന്താ പ്രശ്നം? പ്രശ്നം എന്താണെന്ന് നിനക്കറിയില്ല അല്ലേ? മോളെ മീനുട്ടി, എന്താ പ്രശ്നം എന്ന് വെച്ചാലേ, നീ എഴുതിയ ലെറ്റർ ഇല്ലേ, അത് ഞങ്ങള് പൊക്കി. ആ ലെറ്റർ നിങ്ങൾ കണ്ടില്ലേ? നാണക്കേടായില്ലോ. അതുകൊണ്ടെന്താ നിന്റെ ഉള്ളിലിരിപ്പ് പുറത്തു വന്നു. ഇതിപ്പോ എങ്ങനെ നിങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാം? എന്റെ അമ്മേ, ആ ലെറ്റർ ഞാൻ ഒരാഴ്ച മുമ്പ് എഴുതിയതാ. ഞാനും അമ്മ അന്ന് ശരത്തിന്റെ പേരിൽ വഴക്കിട്ടില്ലേ, അന്ന് രാത്രി എഴുതിയതാ. ഒരാഴ്ച മുന്നേ? ഒന്ന് പോടി. സത്യം അമ്മേ, ഒന്ന് വിശ്വസിക്കേ.
എന്റെ ഭാഗ്യത്തിന് അന്ന് രാത്രി അവന്റെ വകയിൽ ഏതോ അമ്മാവ് മരിച്ചു എന്ന് പറഞ്ഞ് ഒളിച്ചോട്ടം ക്യാൻസലായി. പിന്നെ വിളിച്ചിട്ടാണെങ്കിൽ അവന്റെ ഫോൺ സ്വിച്ച് ഓഫും. എനിക്ക് മൊത്തത്തിൽ ഒരു റോങ് വൈബ് അടിച്ചപ്പോ ഞാൻ നൈസായിട്ട് ആ റിലേഷൻ ബ്രേക്കപ്പ് അടിച്ച്. ബ്രേക്കപ്പാ? ആ, ഒഴിവാക്കിന്ന്. അപ്പൊ നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധമില്ല? എന്ത് ബന്ധം? ഞാൻ അന്ന് രാത്രി തന്നെ അവനെ ബ്ലോക്ക് ചെയ്ത്. പിന്നെ എന്റെ പൊട്ടത്തരത്തിന് ആ ലെറ്റർ ഞാൻ ബുക്കിൽ നിന്ന് മാറ്റാൻ വിട്ടുപോയതാ. പിന്നെ നിങ്ങളല്ലേ പറഞ്ഞേ അവൻ ഭൂലോക തല്ലിപ്പൊളിയാണെന്നും കുടുംബത്തിൽ കയറ്റാൻ കൊള്ളാത്തവനാണെന്നും. എനിക്ക് നല്ല ബുദ്ധി വരാൻ കുറച്ച് ടൈം എടുത്തു. സോറി മോം, സോറി ഡാഡ്. അപ്പൊ കോളേജിലേക്കാന്നും പറഞ്ഞ് രാവിലെ ബാത്റൂമിൽ വെച്ച് പറഞ്ഞതോടി? അത് ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ കൂടെ ഒരു ട്രിപ്പ് പോവാൻ പ്ലാൻ ചെയ്തതാ. ഇനി ഇതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാനും ശരത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. ഇപ്പോഴാ എനിക്ക് ശ്വാസം ഒന്ന് നേരെ വീണത്. ഒരു കത്ത് കാരണം നമ്മൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടി. ഞാൻ വിചാരിച്ച പോലെയല്ല, അവൾക്ക് തലയ്ക്ക് വെളിവുണ്ട്. നീ സമാനിക്കാൻ പറ്റി പ്രസീത. ഒരു പണി പുറകിന്ന് വരുന്നുണ്ട്. പണിയാ? ആ, പറ മനുഷ്യ, നിങ്ങൾ അവനെ വല്ലതും ചെയ്താ? നീ ആ വാതിലൊന്നും അടങ്ങി. ഒന്ന് പറ മനുഷ്യ. എന്തൊക്കെ പറഞ്ഞാലും ഒറ്റ മോളല്ലേ. 10-21 വർഷം വളർത്തിണ്ടാക്കിയിട്ട് അവസാനം അവളെ സങ്കടപ്പെടുത്താൻ പാടില്ലല്ലോ. അവളുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം എന്നൊക്കെ ചിന്തിച്ച് വിചാരിച്ച് ഞാൻ ആ ശരത്തിനോട് വീട്ടുകാരും കൂട്ടി വരാൻ പറഞ്ഞു. കല്യാണം ആലോചിക്കാം. എന്റെ മുത്തപ്പ, നിങ്ങൾ എന്ത് മണ്ടനാ മനുഷ്യ. ഇതാണ് നിങ്ങൾ ഉണ്ടാക്കിണ്ടെന്ന് പറഞ്ഞോണ്ടിരുന്നത്. നീ ഒന്ന് പതുക്കെ പറയൂ പ്രസീത, അവള് കേൾക്കും. നിങ്ങൾ കല്യാണക്കാരും പറഞ്ഞപ്പോ ആ പോങ്ങഞ്ചക്കനൊന്നും ചോദിച്ചില്ലേ? ചോദിച്ചു. മീനുട്ടിക്ക് എന്നോടുള്ള പിണക്കൊക്കെ മാറിയാ? പിണക്കോ? മാറിയിട്ടുണ്ടാവും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പിണങ്ങും, പെട്ടെന്ന് ഇണങ്ങും ചെയ്യുന്നേ. പിന്നെ ഒളിച്ചോട്ടത്തിനൊന്നും നിൽക്കണ്ട. നമുക്കെല്ലാം സെറ്റാക്കാം. അവളോടും പറയണം. ഇത് പറയാനാ രാവിലെ തന്നെ വന്ന്. പിന്നെ ബാസിയച്ചാ, ഇതേ അവളോട് പറയാൻ നിൽക്കണ്ട. ഇന്ന് വൈകിട്ടേ ഞാൻ സർപ്രൈസ് ആയിട്ട് വീട്ടിലേക്ക് വരാം. ശരി മോനെ. നന്നായി, നിങ്ങളെല്ലാം സമ്മതിച്ചല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഇനിയിപ്പോ നിങ്ങളായിട്ട് ഒന്നും ചെയ്യണ്ട, എല്ലാം അവൻ ചെയ്തോളും. ഒരു അരവട്ടം ചെക്കനാ, സത്യം പറഞ്ഞ എന്തൊക്കെ കാട്ടിക്കൂട്ടുന്ന് പറയാൻ പറ്റില്ല. ആ പണ്ടാറക്കാലനാവോ? അവള് വാതിൽ തുറക്കാൻ പോണു. ഹായ് ചാർട്ട് വരയ്ക്കല്ലേ? എന്താ വരയ്ക്കേണ്ടതെന്ന്? ട്രീയാ? ആ, ഈ കുരിപ്പായിരുന്ന ശരത്തുന്ന് നിങ്ങൾ ഫോൺ എടുത്ത് കാര്യം പറയേ. ഓ, കട്ടായി. അന്ന് അങ്ങോട്ട് വിളിച്ച് കാര്യം പറയും. നിനക്ക് ധൈര്യം ഇങ്ങോട്ട് താ, ഞാൻ പറയാം. ഹലോ. ആ ശരത്ത് മോനെ, ചേട്ടനൊരു അബദ്ധം പറ്റി തരാ. അബദ്ധോ? അപ്പൊ കാര്യങ്ങളൊക്കെ അറിഞ്ഞൂല്ലേ? പിന്നെ ബാസിയേട്ടാ, കാര്യം എന്റെ പേരിൽ 4-5 പോലീസ് കേസ് ഉണ്ടെങ്കിലും കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് സങ്കല്പങ്ങളില്ലാത്ത ഒരു ഊച്ചാളി ചെറുപ്പക്കാരനല്ല ഞാൻ. പിന്നെ മറ്റ് ചെറുപ്പക്കാരായിട്ട് അഴിഞ്ഞഴി നടക്കുന്ന നിങ്ങളുടെ മോളായിട്ടുള്ള സംബന്ധം
എനിക്ക് വേണ്ട, എന്നെ വിട്ടേക്ക് ബാസിയേട്ടാ. പിന്നെ റസീദേച്ചിയുടെ ഫോണിലേക്ക് ഞാൻ ആ ഫോട്ടോ അയച്ചിട്ടുണ്ട്, മോളൊന്ന് സൂക്ഷിച്ചോട്ടാ. ഓക്കെ? നിന്റെ ഫോണോടെ? ഞാൻ അവിടെ എവിടെയോ വെച്ചിണ്ടായിരുന്നു. മീനുട്ടി, ഡി മീനാക്ഷി, ആ ഇതിനാണോടി നിന്നെ ഞങ്ങൾ കോളേജിൽ വിട്ടത്? ദേ ഒന്ന് കഴിഞ്ഞപ്പോ വേറെ ഒരെണ്ണം. ഈ പഞ്ചായത്തിലെ സകല ചെക്കന്മാരും നിന്റെ കാമുകന്മാരാണോടി? നീ ഒരു കോളേജിലേക്കും പോണ്ട, ഒരു അടുപ്പിലേക്കും പോണ്ട. കഴിഞ്ഞ കണ്ട അവളുടെ അഹങ്കാരം കണ്ട? നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രശ്നം ശരത്തയച്ചെന്ന ഈ ഫോട്ടോയല്ലേ? ഇനി ഇതിന്റെ പേരിൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഞാനും ശരത്തും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. നിങ്ങൾ വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി. പുറത്ത് വീണ ആ നെക്ക് ബാൻഡ് എടുക്കാൻ പോയ ഞാൻ കേട്ടത് ചില ഞെട്ടിക്കുന്ന രഹസ്യങ്ങളായിരുന്നു. ഒരുമാതിരി ഒഴിവാക്കിയ മാൻഡ്രാക്കിന്റെ തല തിരിച്ചു കിട്ടിയ അവസ്ഥ. അവളുടെ ഇഷ്ടമല്ല നമ്മുടെ ഇഷ്ടം എന്നൊക്കെ ചിന്തിച്ച് വിചാരിച്ച് ഞാൻ ആ ശരത്തിനോട് വീട്ടുകാരും കൂട്ടി വരാൻ പറഞ്ഞു, കല്യാണം ആലോചിക്കാൻ. എന്റെ അച്ഛ, അമ്മേ, നിങ്ങൾക്ക് ഈ ഫോട്ടോയിലുള്ള ചെറുപ്പക്കാരനാരാന്ന് മനസ്സിലായില്ല? അമ്മയ്ക്ക് പരിചയം കാണുമല്ലോ, ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ. ഇത് ഈ നിക്കണ നിങ്ങളുടെ ഭർത്താവാ. ഇങ്ങേരാ? ആ, വിശ്വാസം വന്നില്ലെങ്കിൽ നോക്കിയേ, ഇത് ഒറിജിനല്. അതെടി, ഇത് ഞാനാ. അതെ, ഈ പ്രായമായിട്ടുള്ളവരെ ചെറുപ്പക്കാരാക്കുന്ന ഒരു AI പരിപാടി ഉണ്ട്. എന്റെ ഫ്രണ്ട് അഭിജു ഇല്ലേ, അവൻ ചെയ്തതാ. എന്നിട്ട് അവൻ തന്നെ ശരത്തിന് അയച്ചു കൊടുത്തേ. സ്വന്തം ഭാര്യയ്ക്ക് മനസ്സിലായില്ല, പിന്നെ ആ മണ്ടൻ ശരത്തിന്. ഏയ്, ഇതിലും ഞാനും തമ്മിൽ എന്തിട്ട് ഇത്ര വ്യത്യാസം? അച്ഛാ, എന്തൊക്കെയാ ഇവിടെ നടക്കണേ? മോൾക്ക് സർപ്രൈസായി സംബന്ധം ഉണ്ടാക്കുന്ന ഒരു അച്ഛനും അത് മുടക്കാൻ അച്ഛന്റെ ഫോട്ടോ കാമുകനാക്കുന്ന ഒരു മോളും. ഇനി വല്ലതുണ്ടാ? എന്നാലും എന്റെ മീനുട്ടി, അച്ഛനെ രക്ഷിക്കാൻ നീ കാണിച്ച് പൊത്തി തിരി കൂടിപ്പോയി. അച്ഛാ, മണ്ടത്തരാന്നറിഞ്ഞിട്ടും എന്റെ ഇഷ്ടത്തിന് കൂടെ നിന്നതല്ല അച്ഛൻ. പെട്ടെന്ന് ആലോചിച്ചപ്പോ ഈ വളഞ്ഞ ഐഡിയ കിട്ടിയുള്ളൂ. എന്നാലും അച്ഛന്റെ ഫോട്ടോ മാത്രം മോൾക്ക് കിട്ടിയുള്ളൂ അല്ലേ? ഇതാവുമ്പോ സേഫ് അല്ലേ? പിന്നെ ഇതിന്റെ പിറകെ വേറെ വള്ളികളൊന്നും വരില്ലല്ലോ. ഇനി ഞാൻ നല്ല കുട്ടി ആയിക്കോളാം. പക്ഷെ ഒരു കാര്യം, എന്റെ കോഴ്സ് തീർന്ന് ജോലി കിട്ടണ വരെ ഇനി നിങ്ങൾ കല്യാണക്കാരും പറഞ്ഞു വരരുത്. ബാസിയേട്ടാ, എനിക്ക് നല്ല സംശയം ഉണ്ട് അവള് വീണ്ടും നമ്മളെ മണ്ടന്മാരാക്കണോന്ന്. ഒന്ന് പോമ്മ, വെറുതെ ഫീൽ ഗുഡ് എൻഡിങ് നശിപ്പിക്കാനായിട്ട്. വാ, ഞാൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട്, പിന്നെ നല്ല അടിപൊളി മാഗി. കൊറേ വേർത്തതല്ലേ, നല്ല ക്ഷീണം കാണും. വാ. ബാസേട്ടാ, എന്തെങ്കിലും പ്രശ്നണ്ടാ? ഞേട്ടപ്പെട്ടെന്നാ? ഇതിപ്പോ നിനക്ക് ഇടപെടാനുള്ള പ്രശ്നമില്ല. എന്റെ ബ്രില്യൻസും ന്യായീകരണങ്ങളും കേട്ട് ഡിക്റ്റേറ്റീവ് അമ്മയുടെ ഡൗട്ടുകൾ മൊത്തത്തിലങ്ങ് മാറിയില്ലെങ്കിലും തൽക്കാലം ഒന്നടങ്ങി. പക്ഷെ നാളെ മുതൽ കുറച്ചുകൂടി ഉയർന്ന CCTV സർവൈലൻസ് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ അമ്മമാർക്ക് എന്ത് ജൻസി. ശരത്തേട്ടൻ, നിങ്ങളിവിടെ കണ്ണി കണ്ട പെണ്ണുങ്ങളുടെ റീൽസും കണ്ട് വെള്ളർക്കിരുന്നു. ആ പെണ്ണ് വീണ്ടും ഊക്കിയില്ലേ? ഓക്കെ, ആര്? ആ മീനാക്ഷി. മീനാക്ഷിയാ? ഫോട്ടോ നോക്കിയേ, ഞാൻ ഇപ്പൊ കാണിച്ചുതരാം. ഇതവളുടെ പുതിയ കാമുവിന്റെ ഫോട്ടോ അല്ലേ? കോപ്പാണ്. ഇതവളുടെ തന്തയാണ്, ബാസി. ചേട്ടൻ വീണ്ടും തെളിയിക്കാനുള്ളത്. ഇത് AI ആണ്. AI വെച്ച് ക്രിയേറ്റ് ചെയ്ത് അവളുടെ അപ്പനെ വരെ അവള് കാമുകനാക്കി. ഒരിക്കൽ ഊക്കി വിട്ടവനെ വീണ്ടും വീണ്ടും കയറി ഊക്കുന്നോടി. കുട്ടാ, വാടാ. അതെ, ഞാനില്ലേ ചേട്ടാ ഒറ്റയ്ക്ക് പോയിട്ടുണ്ടാക്കി. കുട്ടാ, എനിക്ക് വയ്യ പോലീസുകാരുടെ ഇടി കൊണ്ട് ചോര തുപ്പാൻ. കുട്ടാ, നീ പറഞ്ഞാലും കാര്യണ്ട്. പോലീസുകാരുടെ ഇടി വലിയ സുഖമുള്ള കാര്യമല്ല. ഇവട്ടെ അവളോട് ക്ഷമിക്കാം. അതാണ് നമുക്ക് ഒരു ബൂസ്റ്റ് കൂലിക്ക് അടിക്കാം. ആ
പൊളിക്കും ഏ പിന്നല്ല വീട്ട് പിടിക്കും ശരത്തേട്ടാ. ശരത്തേട്ടനെ ഇതിനും തങ്കം പോലത്തെ വേറെ അടിപൊളി ചിക്സിന് കിട്ടും. പിന്നെ എന്തുട്ടാ എനിക്ക് വലിയ പ്രതീക്ഷയില്ല ചേട്ടാ കൂട്ടാ. എസ്പവല്ല ചേട്ടാ, ഏത്ത മൂട് പൊള്ളി മൂട്.